മാന്യപ്രേക്ഷകരെ ഫ്രീ കിട്ടുമ്പോൾ എല്ലാ സമയം ഞാൻ രവിയേട്ടന്റെ അടുത്ത് വരാറുണ്ട്. അപ്പോ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ. അപ്പൊ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തതും അതുപോലെ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് വേദനകൾ പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരം ഉണ്ടോ എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ രവിയേട്ടനോട് വന്ന സമയത്ത് കാഷ്വലായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് ചോദിച്ചതാണ് ഇതിന് വഴിയുണ്ടോ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന് വഴിയുണ്ട്, മാർഗം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും, ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് എന്നുള്ളത്. ആ മാർഗവും പരിഹാരവും എന്താണ് എന്ന് മാന്യ പ്രേക്ഷകരിലേക്ക് രവിയേട്ടൻ തന്നെ പറയാണ്. കേട്ട് നോക്കാം ആ മാർഗവും ആ മാർഗദർശനവും എന്താണെന്ന് നോക്കാം. നമസ്കാരം രവിയേട്ടാ. നമ്മള് ഇപ്പോ പലരും നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് കടബാധ്യതയിൽ മുങ്ങിയിരിക്കുക, ഇതിന് വല്ല രക്ഷയുണ്ടോ? അതുപോലെ പലർക്കും കൊടുത്ത പൈസ തിരികെ കിട്ടാതെ. അപ്പോ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മള് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ ഏർപ്പാടൊന്നുമല്ല. അപ്പോ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യത്തിൽ അറിയില്ലായിരുന്നു. ഇതിന് മാർഗങ്ങളുണ്ടോ ഈ ജ്യോതിഷ സംബന്ധപ്രകാരം? ജ്യോതിഷത്തിലൂടെ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും ഒരു ജ്യോതിഷി. അതെങ്ങനെയാന്ന് വിചാരിച്ചാൽ, അയാൾ ജനിച്ച ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, അന്നത്തെ ഗ്രഹനില, ഭൂമിക്ക് എത്ര അഭിമുഖം വരുമ്പോഴാണ് ലഗ്നം കാണുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്നോടും ധാരാളം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിന് ഇത് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. ഒരു സാമുദ്രിക ശാസ്ത്രമല്ല ആകെ, അത് കാക്കാശാസ്ത്രം പറയുന്ന മാതിരി, കാക്കാത്തി പറയുന്ന മാതിരി. ഇതെന്താ വെച്ചാൽ നിഗൂഢമായിട്ട് നമ്മൾ ആഴങ്ങളിലേക്ക് ചെല്ലുക. ആ സമയത്ത് ഋഷിപ്രോക്തം, ജീവപ്രോക്തം, ദേവപ്രോക്തം, പിതൃപ്രോക്തം, ഇങ്ങനെ 4 രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബാധ്യതകളോടാണ് മനുഷ്യൻ ജനിക്കുന്ന ആ കടം വീട്ടാൻ. അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാർഗം നിർദ്ദേശിക്കാൻ എനിക്ക് പറ്റും. അല്ലാതെ നിന്റെ ഡെപ്പോസിറ്റ് എടുത്തിട്ട് അതിന്റെ കടം വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ. ചിലരൊക്കെ പറയാറുണ്ട്, ആ കൊടുത്ത പൈസ തിരികെ കിട്ടിക്കഴിഞ്ഞാല് എത്ര വേണേലും തരാന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിലൊരു അർത്ഥമില്ലല്ലോ, കാരണം നമ്മൾ കൊട്ടേഷൻ പണി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അല്ല, റൂട്ട് കാട്ടി കൊടുക്കാൻ പറ്റും. ഇന്ന റൂട്ടിന് പോയാൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താം. കുറെ റൂട്ടുകളുണ്ട്. അതേമാതിരി ജ്യോതിഷത്തിൽ കുറെ ശാഖകളുണ്ട്. എല്ലാ ശാഖകളിലും ഒരേ ഇതല്ല പറയുക, കുറെ ആചാര്യന്മാരും ഉണ്ട്. അപ്പൊ ഏത് ആചാര്യന്റെ അടുത്ത് പഠിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റെ മാതിരി ഒരു വിവരമില്ലാത്ത ഒരാൾക്ക് ഇത് പഠിക്കാൻ വിചാരിച്ചാൽ സാമാന്യം ഭേദപ്പെട്ട ബുദ്ധിയുള്ള ഒരു ആർക്കും പഠിക്കാം. പക്ഷെ പഠിക്കുമ്പോ തന്നെ പ്രവചനം നടത്തണം, കാശ് കിട്ടണം, അത് നടക്കില്ല. അത് എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. ഒരു ഉപാസന, അതിൽ നമുക്കൊരു ആസക്തി വേണം. കൂടുവിട്ട് കൂടി മാറിയിട്ട് സിനിമക്കാരൊക്കെ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആ കഥാപാത്രത്തിനെ തലേന്നിട്ട് വെക്കും, എന്നിട്ട് മറ്റൊരു കഥാപാത്രത്തിനെ ഏറ്റുവെക്കുന്നത് പോലെ. ഓരോരുത്തരുടെയും ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ മുഖേന എത്ര ആളാ വന്നു എനിക്ക് തന്നെ പറയാനറിയാം. ഇവർക്ക് ഷീട്ട് എഴുതി കിട്ടുമ്പോ പോകുമ്പോ തന്നെ മാറണം എന്നുള്ള രീതിയിലായ ഷീട്ട് കൊടുത്തു, ഔഷധം കഴിച്ചാൽ മാറും. വളരെ ലളിതമായ മാർഗങ്ങളാണ് നമ്മൾ കാര്യം നിർദ്ദേശിക്കുന്നത്. എത്ര ആൾക്കാർ എന്തെല്ലാം നന്ദി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഒരു ഗൂഡല്ലൂരിൽ നിന്ന് ഒരാള് ഒരു ചാക്കോ കുമ്പളങ്ങിയും വലിയൊരു നേന്ത്രക്കൊടിയൊക്കെ കൊടുത്തു. ആവശ്യം ഉണ്ടായിട്ടില്ല, അത് അവർക്ക് ആ മനസ്സിന്റെ സന്തോഷം. അപ്പൊ അത്രയും വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഇന്റെ മാതിരി അത്യാവശ്യം വിവരമില്ലാത്ത ഒരാൾക്ക് പഠിക്കാമെങ്കിൽ കുറച്ച് വിവരമുള്ള ഒരാൾ ഇതിന് മെനക്കെട്ടാൽ അഗാധമായ പാണ്ഡിത്യം കിട്ടും. അവർക്ക് ഇതൊരു ധർമ്മ, അതിലൂടെ പലർക്കും മോചനം കാട്ടിക്കൊടുക്കും. അതിന് ക്ഷമ വേണം. ചില കുഴിക്ക് ചാടാൻ എളുപ്പമല്ലല്ലോ. അതിന്റെ കാരണം ഇയാളുടെ പൂർവ്വജന്മ കൃതായ എത്രയോ ജന്മങ്ങൾ ഉണ്ടാവും. അതിൽ ഓരോന്നും വാങ്ങിയിട്ട് കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കും. അതിനെയാണ് ജീവപ്രോക്തം എന്ന് പറയുന്നത്. ജീവപ്രോക്തത്തിന്റെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഉറുപ്പിയാണ്. 1 ഉറുപ്പിക്ക് പലിശ പെർ ഡേ. അങ്ങനെ ബാധ്യത വർദ്ധിക്കും. അപ്പൊ ഇത്ര ലളിതമായിട്ട് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർക്ക് തയ്യാറല്ല. 1 കോടി ഉറുപ്പ്യ അടിച്ചാൽ ഭഗവാനെ ഞാൻ ഇവിടെ സോപാനത്തിന്റെ മുമ്പിൽ ഒരു വലിയ നിലവിളക്ക് സമർപ്പിക്കും എന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാന് ഇയാളുടെ നിലവിളക്ക് കിട്ടിയിട്ട് കൊണ്ടല്ലോ അവിടെ ദീപം തെളിയാൻ. ഓനൊരു കോടി കൂലിപ്പണിയ. അതേമാതിരി തന്നെ മറ്റൊരു ഈ ശാസ്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ രോഗിക്ക് മാർഗം കാണിച്ചു കൊടുക്കാം, ചികിത്സിക്കാൻ നല്ല ഡോക്ടറും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെപ്പാടെ ചെയ്യാൻ എന്റെ ഈ ആയുസിന് സമയം കിട്ടില്ല. അങ്ങനെയും വിളിക്കുന്നുണ്ട്. അപൂർവം ചിലത് എനിക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ കറക്റ്റ് പറയുക, അല്ലെങ്കിൽ അവർക്ക് സാഹചര്യമില്ല, സ്ഥലത്തില്ല എന്നൊക്കെ പറയുമ്പോ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 2-3 കേസൊക്കെ ഉണ്ട്. അപ്പൊ കടം കൊടുത്ത പൈസ തിരികെ പിടിക്കാനാണെങ്കിലും അത് ജീവപ്രോക്തമാണോ, ബാധ്യതയിൽ പെട്ട് ഉഴറുന്ന ആളുകൾ കാണാൻ മാർഗമുണ്ട്.
അത് ജീവപ്രോക്താണോ, ഋഷിപ്രോക്താണോ, ദേവപ്രോക്താണോ, പിതൃപ്രോക്താണോ എന്ന് കണ്ടുപിടിക്കണം. ആ. ഇന്നിപ്പോ രാവിലെ നിങ്ങളുടെ ഒരു കക്ഷി വിളിച്ചിരുന്നു ഉം. ദുബായ് നിന്ന്. ഉം. അവിടെ ദുർമരണം ഉണ്ട്. ഓ. ഋഷിപ്രോക്ത അല്ല, ജീവപ്രോക്തുമല്ല, ഉം. ഉം. ഇത് പിതൃപ്രോക്ത. ഉം. ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും പിതൃപ്രോക്ത ഉള്ളതാണ് കുറച്ച് ഗതികേട്. Yes, yes. അയാൾക്കിപ്പോ 35 വയസ്സോളമായി, ഉം. കല്യാണം നടന്നിട്ടില്ല. ഉം. അത്യാവശ്യം നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഉം. ഗൾഫിൽ നല്ല ഓയിൽ കമ്പനിയിൽ ഭീമമായ സംഖ്യ ഉണ്ട്. ഉം. ഉം. കല്യാണം നടന്ന നാട്ടുപക്ഷന്മാര് അങ്ങോട്ട് ഇന്നത് തരും, ആ, ആ. അപ്പൊ ഇതിനുള്ള മാർഗം സങ്കടമാണ്. നിർദ്ദേശിക്കാൻ പറ്റും. മാർഗം നിർദ്ദേശിച്ചു. അത് ആത്മാർത്ഥമായിട്ട് അവര് ഉം. പ്രവർത്തിച്ചാൽ ഉം. ഇതുവരെ എന്റെ 10-45 കൊല്ലത്തിന്റെ ഉള്ളിൽ ആർക്കും വലിയ പരാജയമൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ ലളിതമായ മാർഗങ്ങളാണ് ഞാൻ നിർദ്ദേശിക്കുക. അങ്ങനെയും കൂടി ഉണ്ട്. ആകെ കടത്തിൽ നിൽക്കുകയാണ്, എനിക്ക് പണ്ടം പണയം വെച്ചിട്ട് ഇരിക്കണ പേരെ വിട്ടിട്ടു അങ്ങനെ പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഇവരുടെ ആരും കാശില്ല. പക്ഷേ അവർക്ക് ക്ഷമ വേണം, മനസ്സ് വേണം ദൈവത്തിന് സമർപ്പിക്കാൻ. അത് പിതൃക്കൾക്കാണെങ്കിൽ അവിടെ വേണം. ജീവപ്രോക്തം എന്നുള്ള ആൾക്കാരുടെ കടം തീർത്താ തീരില്ല. എത്രയോ ജന്മങ്ങളായിട്ട് വാങ്ങി കൂട്ടിയിട്ടുണ്ടാവും, അത് തിരിച്ചടക്കണ്ടേ. അതാണ് ഈ കടം വന്ന് നിൽക്കുന്നതിന്റെ കാര്യം. തിരിച്ചടച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ നിങ്ങളടുത്ത് കുറെ കാശ് വാങ്ങി, അത് ഞാൻ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ദിവസത്തിന് ഇന്ന വെച്ചിട്ട് പലിശ വർദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ ജനിക്കണോ അങ്ങനെയൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് സേവകനായിട്ട് ജനിക്കണം. കൂലില്ലാത്ത സേവകനായിട്ട് ജനിച്ചൊരു കാളേന്റെ കഥ. അച്ഛൻ കടം വാങ്ങി, കടം വീട്ടുന്നില്ല. അല്ല, അച്ഛൻ മരിച്ചു, കടം വീട്ടാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു വണ്ടിക്കാളക്കാരൻ്റെ അടുത്ത് പൈസ വാങ്ങി. പക്ഷെ ഈ കാള ഈ മകനെ കാണുമ്പോ കരയത്രേ. അതെന്തായാലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വായിച്ചു കേട്ടതാണ്. അവ പറഞ്ഞു, ഇത് എന്റെ അച്ഛൻ്റെ ജന്മമാണ് ഈ കാള, അയാൾക്ക് വാങ്ങിയ പണം തീർത്തിട്ടില്ല, അത് കൊണ്ടുപോയി കൊടുത്താൽ ആ കടം വീടും. അതില് പിതൃപ്രോക്തം ഉണ്ട്, ജീവപ്രോക്തം ഉണ്ട്, ഇങ്ങനെ മിങ്കിളായിട്ടും വരും. അപ്പൊ അവസാനം ഇയാൾ നിർബന്ധിച്ചൊരു സംഖ്യ കൊടുത്തു. അയാൾ വേണ്ട അറിഞ്ഞു, അച്ഛൻ മരിച്ചിട്ട് കാലത്ത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ കാള ബാധ്യത തീർന്നു. ആ രൂപം വണ്ടി ഇങ്ങനെ വലിക്കുക എന്നുള്ളതല്ലാണ്ട് ശമ്പളം കൊടുക്കണ്ടല്ലോ. പക്ഷെ ആ മകൻ കാണിച്ച സന്മനസ്, അതിന് ത്യാഗം കൂടി വേണം നമ്മൾ പറയാം. കുറച്ചൊരു ത്യാഗബുദ്ധിയോട് കൂടി ചെയ്താൽ ആർത്തി പാടില്ല. ആർത്തനിൽ ഭക്തി നിൽക്കും. നമ്മൾ ഭയഭക്തി ബഹുമാന പുരസ്സരം ദക്ഷിണ കൊടുക്കുമ്പോൾ എന്താണാവോ ഇയാൾ ദേവ ചൈതന്യം ആവാഹിച്ച് ഇങ്ങനെ ഒന്നാട്ടുള്ള ബ്രാഹ്മണൻ, എന്താണാവോ ഈ മനുഷ്യൻ തരാൻ പോണേ. അപ്പൊ അയാൾക്ക് ആർത്തിയായി. അപ്പം നമ്മൾ ഭയഭക്തിയോടി കൂടി നിൽക്കുമ്പോൾ ആ ചൈതന്യം, ദേവചൈതന്യം ഭക്തന്റെ മുകളിലേക്ക് ലയിക്കും. അതാണ് നടക്കുന്നത്. അത് സ്പിരിച്വൽ എനർജി ലഭ്യമാവാൻ നമ്മൾക്ക് ഭക്തി, ശുദ്ധമായ മനസ്സ്, ആർത്തി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തരില്ല. ഇനി ഒരു കാര്യം കൂടിയും പറഞ്ഞുതരാം. ഈ ചോദിക്കുന്ന അതൊക്കെ കൊടുത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ കുട്ടി മുട്ടുത്തി പോയിട്ട് അതെടുക്കാൻ പോവുക. ആ കുട്ടീന്റെ അമ്മ നിലവിളക്ക് കുട്ടിക്ക് കയ്യെത്താത്ത മാതിരി കുറച്ച് മാറ്റി പൊന്തിച്ച് വെച്ചു. കുട്ടി കരയണു, ഉരുളണു, നടത്തോട്ടെ എന്ന് വിചാരിക്കുക അമ്മ. കൊടുത്താലേ കുട്ടിക്ക് ആപത്തില്ല. പക്ഷെ കുട്ടിക്ക് വിദ്വേഷമായി അമ്മയോട്. അതുകൊണ്ട് ചില ആൾക്കാർ, ഞാൻ അത്രയും ദിവസം വന്ന അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ, എറിയും പറഞ്ഞു പോയിട്ട്. ആ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയാൽ അത് ആപത്താണ് എന്ന് ചോദിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും കിട്ടില്ല. അതും കൂടി കൊടുക്കാൻ പാടില്ല. പാത്രം അറിഞ്ഞ് ഭക്ഷണം നൽകണം എന്നല്ലേ. എല്ലാവർക്കും ഇത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ദുഷ്ടന് വിദ്യ ഉപദേശിക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാന്യ പ്രേക്ഷകരിലേക്ക് തീർച്ചയായിട്ടും. ഓം ശാന്തി.